Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. കാരുണ്യം നിറഞ്ഞ ക്രിസ്തുമസ് ആഘോഷത്തിലൂടെ നന്മ നിറഞ്ഞ ഒരു പുതുവർഷത്തിലേക്കെന്ന് ഫിലിപ്പ് മാരേട്ട്. ക്രിസ്തുമസ് ദിനാഘോഷത്തെയും പുതുവത്സരത്തിന്റെ തുടക്കത്തെയും ഏറെ പ്രതീക്ഷകളോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റിയും നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ക്രിസ്മസ് എല്ലാ വർഷവും ഡിസംബർ 25-ന് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു. കാരണം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആചരിക്കുന്ന സാംസ്കാരികവും മതപരവുമായ ഒരു വാർഷിക ഉത്സവമാണ് ക്രിസ്മസ്. അതിനാൽ ക്രിസ്മസ് തലേന്ന് മുതൽ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങുന്നു. ഇതിനെ ക്രിസ്മസ് ഈവ് എന്ന് വിളിക്കുന്നു. ക്രിസ്മസ് എന്ന പേര് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ മനസ്സിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതായത് ഇതിനെ ഒരു കുർബാന ശുശ്രൂഷ എന്നോ കമ്മ്യൂണിയൻ എന്നോ അല്ലെങ്കിൽ യൂക്കറിസ്റ്റ് എന്നോ വിളിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്തിലെ മഹത്തായ കാര്യങ്ങളുടെ തുടക്കമാണെന്ന് ക്രിസ്തു മനസ്സിലൂടെ നമ്മെ മനസ്സിലാക്കുന്നു. അതേപോലെ ഒരു കലണ്ടർ വർഷത്തിന്റെ അവസാനവും പുതിയ വർഷത്തിന്റെ തുടക്കവും ആഘോഷിക്കുന്ന ദിവസമാണ് പുതുവത്സരം. വീണ്ടും ഒരു ക്രിസ്മസ് കൂടെ ആഗതമാകുന്നു. എല്ലായിടത്തും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. സമ്മാനങ്ങൾ വാങ്ങാനും അത് നിറപ്പകിട്ടാർന്ന പൊതികളിൽ പാക്ക് ചെയ്യുവാനുമുള്ള തുടക്കത്തിലാണ് മിക്കവരും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്തിലെ മഹത്തായ കാര്യങ്ങളുടെ തുടക്കമാണെന്ന് ക്രിസ്തു മനസ്സിലൂടെ നമ്മെ മനസ്സിലാക്കുന്നു. എങ്കിലും എല്ലാവരും സമാധാനത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള പ്രതീകാത്മക സമയമായിട്ടും ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. എന്നാൽ ആധുനിക ലോകത്ത് ക്രിസ്തു മനസ്സിന് അർത്ഥവ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു ആത്മീയ ആഘോഷമാകേണ്ട ക്രിസ്മസ് ഒരു ഭൗതിക ആഘോഷത്തിന്റെ നിലയിലേക്ക് തരം താണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് എല്ലായ്പ്പോഴും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് ആഘോഷിച്ചിരുന്നത്. ആ പാരമ്പര്യം ഇന്നും തുടരുന്നുണ്ടെങ്കിലും ചിലർ ഇപ്പോൾ വീട്ടിൽ കൂടുതൽ ശാന്തവും അടുപ്പമുള്ളതുമായി അവധി ആഘോഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസിന്റെ സൗന്ദര്യവും ഈ പുണ്യകാലത്തിന്റെ മഹത്വവും എത്രമാത്രം വിലമതിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ക്രിസ്മസ് ഊഷ്മള നിമിഷങ്ങളാൽ തിളങ്ങട്ടെ. നിങ്ങളുടെ പുതുവർഷം സന്തോഷത്തിനുള്ള അവസരങ്ങളാൽ തിളങ്ങട്ടെ. ക്രിസ്മസ് അടിസ്ഥാനപരമായി നമ്മുടെ മാനവികതയുടെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നാം പറ്റി നിൽക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഈ ഉത്സവം ദൈവമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും നമ്മുടെ നിലനിൽപ്പിനുള്ള പാഠം മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്കിലും എല്ലാവരും സമാധാനത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള പ്രതീകാത്മക സമയമായിട്ടും ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. എന്താണ് ക്രിസ്മസ് എന്ന് ചിന്തിക്കുവാനും എങ്ങനെ ഫലപ്രദമായി ക്രിസ്മസ് ആഘോഷിക്കണമെന്നും അതിനുവേണ്ടി ഈ ദിവസങ്ങൾ സമയം കണ്ടെത്താനും നമുക്ക് പരിശ്രമിക്കാം. പ്രധാനമായും കുട്ടികൾ ഈ ഉത്സവം സന്തോഷത്തോടെ ആസ്വദിക്കുന്നു. കാരണം ഡിസംബർ 25-ന് സാന്താക്ലോസ് എത്തുമെന്നും സാന്തയിൽ നിന്ന് അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുമെന്നുള്ളതിനാൽ അവർ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഏതു മതത്തിൽപ്പെട്ടവർക്കും ദൈവാനുഗ്രഹം തേടാമെന്നതും ക്രിസ്തുമസിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളും എല്ലാ മതങ്ങളും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. പാപം ചെയ്ത സ്വർഗീയത ജീവിതം നഷ്ടമായ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കാനും ദൈവം തന്നെ മനുഷ്യനായി അവതരിപ്പിച്ച അനുഭവമാണ് ക്രിസ്മസ്. നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവം മനുഷ്യന് തിരിച്ചു നൽകാൻ ദൈവം സ്വയം എളിമയിട്ട് മനുഷ്യനായി മാറുന്ന ത്യാഗത്തിന്റെ സന്ദേശം. അതിനായി ദൈവപുത്രനായ യേശു തിരുപ്പിറവിയെടുക്കുന്ന നിറപ്പകിട്ടാർന്ന സംഭവമാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആത്മീയതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. ഭൗതിക ആഘോഷങ്ങൾക്ക് അത് കഴിഞ്ഞുള്ള സ്ഥാനം നൽകിയാൽ മതിയാകും. അതേപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ പറ്റി കരുതലുണ്ടാകുവാനും അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനും നാം ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാം ഭവനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും നടത്തുന്ന ആഘോഷങ്ങൾക്ക് മിതത്വം പാലിക്കാനും അതുവഴി മിച്ചം പിടിക്കാൻ സാധിക്കുന്ന തുക അർഹതപ്പെട്ടവർക്ക് നൽകി യേശുനാഥന്റെ മഹനീയ സ്നേഹം അവർക്കും അനുഭവമാക്കി കൊടുക്കാനും നമുക്ക് അവസരം വിനിയോഗിക്കാം. ക്രിസ്മസ് പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും നമുക്കുള്ള നിരവധി അനുഗ്രഹങ്ങളെക്കുറിച്ചും പ്രതിഫലിക്കുന്നതിനുള്ള മനോഹരമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു ഈ വർഷം എന്നതിൽ സംശയമില്ല. ഈ അവധിക്കാലത്ത് ദൈവസ്നേഹവും യേശുവിന്റെ ദാനവും ഓർക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങൾക്കിടയിലും
പ്രതിസന്ധികൾക്കിടയിലും നമുക്കുള്ള പ്രത്യാശയിലും സന്തോഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയണം. കാരണം യേശുവിൻ്റെ ജനനം ആഘോഷിക്കാനുള്ള സമയമാണിത്. നമ്മുടെയെല്ലാം തിരക്കൊഴിവാക്കാനും മഹത്തായ ഈ ജീവിതത്തിൽ എല്ലാത്തിലും പ്രാധാന്യമുള്ളത് ഓർക്കാനും പ്രാർത്ഥന ഒരു മികച്ച അവസരം നൽകുന്നു. കൂടാതെ അവധിക്കാലത്തോട് അടുക്കുമ്പോൾ എല്ലാ ആവേശങ്ങൾക്കും അലങ്കാരങ്ങൾക്കും വാണിജ്യവൽക്കരണത്തിനുമിടയിൽ താൽക്കാലികമായി നിർത്തി ക്രിസ്തുവിൻ്റെ ഉത്ഭവം വീണ്ടും പരിഗണിക്കാനുള്ള മറ്റൊരവസരം കൂടി ലഭിക്കുന്നു. അങ്ങനെ ചിരിയും സ്നേഹവും ക്രിസ്മസ് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളും നിറഞ്ഞ ഈ സന്തോഷകരമായ ആഘോഷരാവുകൾ നമ്മൾ തുടങ്ങുന്നു. ഞങ്ങളുടെ ശ്രേഷ്ഠാവായ ദൈവമേ, ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ ഈ എളിയ പ്രാർത്ഥന അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയുടെ ഒരു ഗാനം, വീണ്ടെടുപ്പിൻ്റെ ഒരു ഗാനം, പ്രത്യാശയുടെയും നവീകരണത്തിൻ്റെയും ഗാനവുമായാണ് ഞങ്ങൾ ആരാധിക്കാൻ വരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തിനും നമ്മുടെ ദൈവത്തിൽ പ്രത്യാശയ്ക്കും ക്ഷമിക്കാനുള്ള ഇഷ്ടത്തിനും ഭൂമിയിൽ സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും രക്ഷയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശക്കുന്നവർക്ക് അപ്പവും സ്നേഹമില്ലാത്തവർക്ക് സ്നേഹവും രോഗികൾക്ക് സൗഖ്യവും നമ്മുടെ കുട്ടികൾക്ക് സംരക്ഷണവും നമ്മുടെ യുവജനങ്ങൾക്ക് ജ്ഞാനവും ഉണ്ടാകട്ടെ. പാപികളുടെ ക്ഷമയ്ക്കും ക്രിസ്തുവിൽ സമൃദ്ധമായ ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹത്താലും ശക്തിയാലും ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്മസിന് മുമ്പ് ആരംഭിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് ഡിസംബർ 31 രാത്രി പുതുവത്സരം അഥവാ പുതിയ വർഷം തുടക്കം കുറിക്കുന്നു. അങ്ങനെ ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു വർഷം ആരംഭിക്കുന്നു. എല്ലാ പ്രായത്തിലുമുള്ളവരും ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരും ഇവിടെ ഒത്തുചേരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളെയും നന്ദിയോടെ ഓർക്കുവാനുള്ള മികച്ച അവസരം കൂടിയാണ് പുതുവത്സരം. അതേപോലെ പഴയ ശീലങ്ങളിൽ നിന്ന് മുക്തി നേടാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഗുണപരവും ഫലപ്രദവുമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അവസരം കൂടിയാണ് പുതുവത്സരം. പുതുവത്സര ദിനത്തിൽ നമ്മൾ പിന്തുടരുന്ന പാരമ്പര്യമോ സംസ്കാരമോ എന്തുമാകട്ടെ, അതിലൂടെ ലഭിക്കുന്ന നന്മകൾ നമ്മളെ സമൃദ്ധമായ ഒരു വർഷം നയിക്കാൻ സഹായിക്കുന്നുവെങ്കിൽ എല്ലാ പ്രതീക്ഷയോടും ധൈര്യത്തോടും കഠിനമായ പരിശ്രമത്തോടും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സന്തോഷകരമായ ആഘോഷങ്ങളോടെ നിങ്ങൾക്ക് ഈ പുതുവർഷം സമൃദ്ധിയും സന്തോഷവും വിജയവും നൽകട്ടെ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.